ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്പെഷ്യലായിട്ടുള്ള ഒരു വെണ്ണ ദോശയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. കന്നഡയിൽ ഇതിന് ബെണ്ണെ ദോശ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ബെണ്ണയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, വെണ്ണയ്ക്കാണ് കന്നഡയിൽ ബെണ്ണയെന്ന് പറയുന്നത്. ഈ ബട്ടറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ. ഇതിന് കോമ്പിനേഷനായിട്ടൊരു ചമ്മന്തിയും ഒരു പൊട്ടാറ്റോ മസാലയും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിപ്പൊടിയും ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ വെണ്ണ ദോശ തയ്യാറാക്കാൻ നമുക്ക് അരിയൊന്ന് കുതിർക്കാനായിട്ട് ഇടണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്ത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 സ്പൂണ് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. കടലപ്പരിപ്പ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ടാണ് കടലപ്പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പുഴുക്കലരി, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മട്ടാരി ഉണ്ടല്ലോ, അത് 3 സ്പൂണ് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1 സ്പൂണ് എന്ന അളവിൽ നമ്മൾ 3 സ്പൂണ് മട്ട അരി കൂടെ ചേർത്ത് കൊടുക്കണം. ദോശ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല കളർ കിട്ടാനുമാണ് നമ്മൾ ഈ പുഴുക്കലരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ നമ്മളിത് കുതിർക്കണം. അപ്പോൾ നമ്മുടെ പുഴുക്കലരിയൊക്കെ കുതിരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊന്ന് 5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം നമുക്ക്. ഇത് കണ്ടോ, അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് കുറച്ച് അവൽ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 സ്പൂണോളം അവൽ ചേർത്തിട്ടുണ്ട്. നമുക്കൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1 സ്പൂൺ എന്ന രീതിയിൽ. എന്നിട്ട് അവൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ അരിയുടെ തണുപ്പ് കൊണ്ട് അവലൊക്കെ ഒന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൻ്റെ അകത്ത് തന്നെ അരച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ മിക്സിക്കകത്താണ് അരച്ചത്. അരച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമല്ലോ, അതുപോലെ അരച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് മൂടി നമ്മളൊരു 6 തൊട്ട് 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാത്രി തന്നെ മാവൊക്കെ അരച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. രാവിലെ ആയപ്പം ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളർ കൂടെ കിട്ടും കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മൂടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിനൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിത്. അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത കടലപ്പരിപ്പ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 സ്പൂണ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നും കടലപ്പരിപ്പും സമം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് എള്ള്, ഞാനിപ്പം വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ളാണെങ്കിലും പറ്റും. 1 സ്പൂണ് എള്ള് എടുത്തിട്ടുണ്ട്. അതും ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പുളി, വാളംപുള്ളിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കരിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഇതിന് ചമ്മന്തിക്ക് ആവശ്യമുള്ള കല്ലുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പൊടിയാക്കുകയാണെങ്കിൽ പൊടി നമുക്ക് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, കേടാകുമൊന്നുമില്ല. ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. തീരെ നൈസായിട്ടല്ല, കുറച്ച് തരിതരിയായിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുകൊണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് പൊട്ടാറ്റോ മസാലയാണ്. അപ്പം പൊട്ടാറ്റോ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, ജീരകം, പിന്നെ കടലപ്പരിപ്പ്, ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറന്ന് നല്ലൊരു ഫ്ലേവർ വരുമല്ലോ. കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 വേണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിനനുസരിച്ച് പച്ചമുളകും കരിവേപ്പിലയും കുറച്ച്
കായത്തിൻ്റെ പൊടിയും അതോടൊപ്പം തന്നെ ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി നമ്മുടെ സവാളയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് ഈ മസാലയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു 2-3 സെക്കൻഡ് നമുക്ക് മൂടി വയ്ക്കാം. ഒന്ന് ആവി കയറി ഇതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയിലയും കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക്, ഞാനിപ്പോൾ കാന്താരിയാണ് ചേർത്തിരിക്കുന്നത്, പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് സവാള ചേർത്താലും മതി. അതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തത് നമുക്ക് തേങ്ങ, ഞാൻ കുറച്ച് തേങ്ങ ഒരു കപ്പോളം തേങ്ങ ചിരകി വെച്ചിരുന്നു, അതിലേക്ക് ഇതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ ചമ്മന്തി നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ. അരച്ചെടുത്ത ചമ്മന്തി ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു വറവ് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുകും പിന്നെ ഒരു നുള്ളു ജീരകവും കരിവേപ്പിലയും വറ്റൽമുളകും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുകൊണ്ട് നമ്മുടെ സൂപ്പറായിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചമ്മന്തി തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ദോശ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. അപ്പോൾ ആ ചൂടൊന്ന് ബാലൻസ് ആകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ദോശ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ നമുക്ക് പാനിലേക്ക് ആക്കി കൊടുത്തിട്ട് ദോശ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഒത്തിരി കനം കുറച്ചല്ല, കുറച്ച് ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ദോശ വെന്ത് കാണും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വെണ്ണ, ബട്ടർ, നമ്മുടെ പാലിൽ നിന്ന് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെണ്ണയുണ്ടെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ബട്ടറിന് പകരം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ബട്ടറും നെയ്യും ഇല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, ചമ്മന്തിപ്പൊടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ മസാല ഇതുപോലെ നടുക്കിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബെണ്ണ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഹോട്ടലിലൊന്നും പോയി കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഇതുപോലെ ദോശ തയ്യാറാക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചൂട് ബെണ്ണ ദോശയും അതിന് കുറച്ച് പൊട്ടാറ്റോ മസാലയും നമ്മൾ തയ്യാറാക്കിയ ചമ്മന്തിയും കൂടെ കൂട്ടി പിടിക്കണം, അടിപൊളിയാണ്.